നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഛർദിയും വയറിളക്കവും പിടിപെട്ട് അവശനിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥി മരിച്ചു. മഞ്ചവിളാകം കിഴങ്ങുവിള രാജ് നിവാസിൽ അനിൽ രാജ് പ്രീജി ദമ്പതികളുടെ മകൻ 16 വയസ്സുകാരനായ അലനാണ് ഇന്നലെ പുലർച്ചെ മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഫുട്ബോൾ കളിക്കിടെ അലന്റെ കാലിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ള് തറച്ചിരുന്നു. വേദന ഉണ്ടായിരുന്നെങ്കിലും ചികിത്സ തേടാതെ അടുത്ത ദിവസം തമിഴ്നാട്ടിലേക്ക് യാത്ര പോയി. മടങ്ങിയെത്തുമ്പോൾ ഛർദിയും വയറിളക്കവും പിടിപെട്ടു. അവശനായ അലനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണകാരണം ഭക്ഷ്യവിഷബാധയാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമാകൂ എന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറഞ്ഞു. വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരിച്ചുവെന്നാണ് മാരായമുട്ടം പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. ധനുവച്ചപുരം NKM GHSൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അലൻ ഹയർ സെക്കൻഡറി പ്രവേശനം നേടാനിരിക്കെയാണ് മരണം. മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ വ്യക്തമാകൂവെന്ന് പോലീസും അറിയിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനി സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി അരളിപ്പൂ കഴിച്ചതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു തറച്ചാൽ മരണകാരണമാകുമോ എന്ന സംശയം ബാക്കിയാക്കി 16-കാരന്റെ മരണവും. UK ജോലിക്കായി പോകുന്നതിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചാണ് സൂര്യ കുഴഞ്ഞു വീണത്. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലുടനീളം സൂര്യയ്ക്ക് ഛർദിൽ അനുഭവപ്പെടുകയായിരുന്നു. യാത്രയ്ക്ക് മുൻപായി സൂര്യ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് അരളിപ്പൂവ് കഴിച്ചിരുന്നു. ഇതേ തുടർന്നാകാം കാർഡിയാക് ഹെമറേജ് സംഭവിച്ചെന്ന സംശയം സൂര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രകടിപ്പിച്ചിരുന്നു. വിമാനത്താവളത്തിലെത്തിയ സൂര്യ രാത്രി 8 മണിയോടെ ഇമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. തുടർന്ന് മരണത്തിന് കീഴടങ്ങി. അരളിപ്പൂവിന്റെയോ ഇലയുടെ അംശം ആമാശയത്തിൽ കണ്ടെത്താനായില്ല. ഡോക്ടർമാർ വിശദമായി അന്വേഷിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കുന്നതിനിടെ അലസമായ സൂര്യ അരളിപ്പൂവിന്റെ പൂവ് വായിലിട്ട് ചവച്ച് തുപ്പിയിരുന്നു. ഇത് സൂര്യ തന്നെ ഡോക്ടർമാരോട് പറയുകയായിരുന്നു. അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വിഷാംശമുണ്ട്. പൂക്കളെക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശമേറുകയെന്ന വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ P. സുജനപാൽ പറയുന്നു. ഇവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ശരീരത്തിൽ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചായിരിക്കും ഗുരുതരാവസ്ഥ. ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം, നിർജ്ജലീകരണം, ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക. വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയിലാകും. പല ക്ഷേത്രങ്ങളിലും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവായിട്ടുണ്ട്. അരളിയുടെ ഒരു ഇല പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവനെടുക്കാൻ ശേഷിയുള്ളതാണ്. ഇതിൽ ഓലിയാൻഡർ ജെനിൽ എന്നിങ്ങനെയുള്ള വിഷാംശമാണുള്ളത്. ഇത് ഹൃദയത്തെയും നാടുകളെയും ബാധിക്കാം. ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും ഇതുവഴി ഹൃദയസ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകും. അരളിയുടെ പൂവിലും ഇലയിലും ഗ്ലൂക്കോസൈഡ് എന്ന വിഷാംശമുണ്ടെന്നും ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇത് ഏത് അവയവത്തെ ബാധിക്കാമെന്നും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളെ ഗ്ലൈക്കോസൈഡുകൾ നശിപ്പിക്കാമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.